എഴുതിയ ആ ലേഖനം അതിന്റെ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്തോത്രം. നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി സമർപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കെല്ലാം അറിയാവുന്ന വളരെ സുപരിചിതമായ, നമ്മുടെ ഏത് ഉറച്ചു വെച്ചാൽ പോലും പറയാൻ കഴിയുന്ന ഒരു വാക്യമാണ്. റോമർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിൽ അദ്ദേഹം റോമൻ സഭയെ ഓർമ്മിപ്പിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ, വളരെ സ്ഫോടനാത്മകമായ മാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തുവാൻ കഴിവുള്ള ഒരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്: ആരാധനയും യാഗവും. സ്തോത്രം. ഹല്ലേലൂയ. ആരാധനയും ആ, ആരാധന മാത്രമല്ല, ആരാധനയുണ്ട്, ആ, യാഗമുണ്ട്, വിശുദ്ധിയുണ്ട്. സ്തോത്രം. വിശുദ്ധി, യാഗം, ഈ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളുടെ ആരാധനയെ കുറിച്ച് അവിടെ അപ്പോസ്തലൻ പറയുന്നത്. ഒന്നാമത്തേത് വിശുദ്ധി, രണ്ടാമത്തേത് ആരാധന. യാഗം. രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം വിശുദ്ധിയെ കുറിച്ച് ഒത്തിരി പറയുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അതൊരു ആന്തരിക വിശുദ്ധി, അല്ലെങ്കിൽ ആത്മാവിലെ വിശുദ്ധിയുണ്ട്, ജഡത്തിന്റെ വിശുദ്ധിയുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്ന ശേഷം ആ വ്യക്തിയെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്ത് പരിശുദ്ധാത്മ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വിശുദ്ധിയാണ് നമ്മൾ ആത്മാവ് വിശുദ്ധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്റെ പ്രയത്നത്താൽ സാധിക്കുന്നതല്ല ആത്മാവ് വിശുദ്ധി എന്ന് പറയുന്നത്. ഓഫ്കോഴ്സ് മനുഷ്യനോടൊപ്പം ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മ നമ്മളിലൂടെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആത്മാവ് വിശുദ്ധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു, നമ്മളെ ദൈവത്തിന്റെ വഴി നടക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇതെല്ലാം പ്രേരണകളാണ് കേട്ടോ. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ ആരുടെയും കൈ പിടിച്ച് ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകത്തില്ല. പരിശുദ്ധാത്മ വളരെ ജെന്റിലായതുകൊണ്ട് നമ്മളൊന്ന് പറഞ്ഞു ഹോളി നമ്മൾ സംസാരിക്കും. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസികളായ എല്ലാവരും അല്ല കേട്ടോ, മോസ്റ്റ് ഓഫ് ദ ബിലീവേഴ്സ്, അതായത് വിശ്വാസികൾ ഭൂരിഭാഗവും പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ മന്ത്രണങ്ങൾ, അല്ലെങ്കിൽ ഹൃദയത്തിലെ ആ ഒരു നമ്മോടുള്ള വാക്കുകൾ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ അതിനനുസരിക്കാൻ കഴിയാതെ ആയിരിക്കും എന്നുള്ളതാണ് പലപ്പോഴും സത്യാവസ്ഥ. അങ്ങനെ വിജയിക്കുന്നവരുണ്ടല്ലോ എന്നല്ല, അഭേദത്തിൽ അതിനെ സൂക്ഷിക്കുന്നവരുണ്ട്. പക്ഷെ അതായത് പരിശുദ്ധാത്മ ഉള്ളിൽ പറയുന്ന ഓരോ കാര്യങ്ങളെ തിരിച്ചറിയുകയും അതിനൊത്തവണ്ണം സ്റ്റെപ്പ് വെക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മാവിന്റെ വിശുദ്ധി അതതിന്റെ വേണ്ട തലത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ, അതോടൊപ്പം തന്നെ നമ്മുടെ സഹകരണമില്ലാതെ ആത്മാവിശുദ്ധി അത് സാധ്യമാവുകയില്ല. സ്തോത്രം. ആത്മാവിശുദ്ധി അതാണ്, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. നമ്മുടെ സ്വയപ്രയത്നം വരുന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ല, എനിക്കത് ആഗ്രഹമുണ്ട് കർത്താവ്, പക്ഷെ എന്നെ സഹായിക്കണം, എനിക്ക് ഒത്തിരി സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്. നമുക്കെല്ലാം കർത്താവിനെ ഒത്തിരി സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്നേഹം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, ആത്മാവോടെ ഒക്കെ സ്നേഹിക്കണം നമ്മൾ പറയാറില്ലേ, വചനം പറയാറില്ലേ? പക്ഷെ നമ്മൾ സാധിക്കാറുണ്ടോ? പലപ്പോഴും നമുക്കത് കഴിയാറില്ല. ഹല്ലേലൂയ. അത് എന്താ കാര്യം? പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം പലപ്പോഴും നമ്മൾ കേൾക്കുന്ന മറ്റു പല കാര്യങ്ങളും ആ പൂർണ്ണ ഹൃദയം നമ്മളിലേക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല. പക്ഷെ അത് പരിശുദ്ധാത്മാവിന്റെ സഹായം, ഒപ്പം തന്നെ നമ്മുടെ ഒരു കോപ്പറേഷൻ അവിടെ ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ സഹകരണമില്ലാതെ പരിശുദ്ധാത്മാവിന് നമ്മളെ അതിൽ വേണ്ട അളവിൽ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആഗ്രഹം മാത്രമായി നിൽക്കാതെ, ആഗ്രഹം പറയുന്നതിനൊപ്പം തന്നെ, അതായത് ഒരു പർവ്വതത്തെ കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആഗ്രഹം കൊണ്ട് താഴെ നിൽക്കാതെ ഒരു സ്റ്റെപ്പ്, ഒരു കാലിന്റെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിയുമ്പോഴായിരിക്കും അതിന്റെ അതിന്റെ ഏറ്റവും ആരംഭം സാധ്യമാകുന്നത്. തുടർന്നാണ് നമ്മൾ ഈ മൂലക്കാരി പോകുന്നത്. എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് എന്റെ കൂടെ നിൽക്കാൻ അത്ര പ്രോത്സാഹിപ്പിച്ചാൽ അത് നടക്കത്തില്ല. ഞാൻ ബലഹീനാണോ? ആ കൂടെ നിൽക്കുന്ന ആടെ കരം പിടിച്ച് ഒരുമിച്ച് കയറുക. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ. പരിശുദ്ധം നമ്മളെ സഹായിക്കും. പക്ഷെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുവാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം പരിശുദ്ധാത്മാവിലൂടെ സാധ്യമാകും. സ്തോത്രം. അപ്പൊ ആത്മാവിശുദ്ധി അതാണ്. എന്താണ് ഈ ജഡത്തിന്റെ വിശുദ്ധി? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ ബോഡിയുടെ വിശുദ്ധി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അവിടെ ഞാൻ ആദ്യം പറഞ്ഞു. നമ്മുടെ വിശുദ്ധി, രണ്ടാമത് നമ്മുടെ യാഗം, നമ്മുടെ സാക്രിഫൈസ്. ഈ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ദൈവമക്കളെ, നമ്മുടെ ദൈവസ്ഥാന വിശുദ്ധി ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് ഇല്ലാതെയുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. ടു ബി ഫ്രാങ്ക്, അത് എന്നോട് ഉദ്ദേശം തോന്നുന്നില്ല. ജാതികൾ പ്രാർത്ഥിക്കുന്ന പോലെ, സ്തോത്രം, ജാതികൾ പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയില്ലാതെ, നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധിയില്ലാതെ,
നമുക്കൊരു ദിവസം ചിലതൊക്കെ ബലി കൊടുക്കാൻ കഴിയാതെ, കഴിഞ്ഞ സുമ പറയുന്നത് കേട്ടു. ഒരു ഒരു രാജ്യത്ത് ഒരു ദൈവദാസന്റെ ചർച്ച് വളരെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നു. അവിടെ ആർക്കും പ്രശ്നം, എല്ലാവരും വിശ്വാസങ്ങളെല്ലാം ഹാപ്പിയാണ്, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നന്മയാണ് എന്നൊക്കെ. ഒരു ഒരു വിച്ച് ക്രാഫ്റ്റിനെ സേവിച്ചിരുന്ന ഒരു സ്ത്രീ, വിച്ച് ക്രാഫ്റ്റ് വിദേശങ്ങളിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരിരുന്ന് ഒരു വിശ്വാസം വന്ന ശേഷം ടെസ്റ്റിമണി പറയുന്ന കാര്യമാണ്. ഈ സ്ത്രീ പറയുന്നത്, ഈ മനുഷ്യന്റെ ചർച്ചിൽ ഭയങ്കര ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ വളരെ ഹാപ്പിനെസ് ആണ്, വളരെ സമൃദ്ധിയാണ്. ഇവർ ആ മനുഷ്യനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഈ മനുഷ്യൻ രാത്രി 3 മണി മുതൽ 1 മണിക്കൂറോളം എന്ത് വിഷയമുണ്ടെങ്കിലും ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാ ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോ അതാണ് ഈ മനുഷ്യന്റെ വിജയം. ഹല്ലേലൂയ. ഒരു പക്ഷേ ലോകത്തിന് മുമ്പിൽ പലതും കാണിച്ചു കൊടുക്കാനില്ലായിരിക്കും, പക്ഷെ ദിവസങ്ങളിൽ പോയി ഡിസിപ്ലിനോടുകൂടി ചിലവഴിക്കുന്ന ചില സമയങ്ങൾ, അത് പ്രാർത്ഥനയിലാകട്ടെ, ദൈവദിന ധ്യാനത്തിലാകട്ടെ, ആരാധനയിലാകട്ടെ, ഡിസിപ്ലിനോടുകൂടി അവിടെ കൊടുക്കുന്ന ഒരു വിലയുണ്ട്, ഒരു യാഗമുണ്ട്. ഹല്ലേലൂയ. ഒരു സാക്രിഫൈസ് ഉണ്ട്. ഹല്ലേലൂയ. അത്തരം സാക്രിഫൈസുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ആ ശരീരത്തിന്റെ ഹല്ലേലൂയ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ശരീരത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്, ആ ശരീരത്തിന്റെ വിശുദ്ധിയെ ദൈവം, ബിക്കോസ് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഈ ബോഡിക്ക് ശുദ്ധിയില്ലെങ്കിൽ ആളുകൾ പലപ്പോഴും നല്ല നമ്മുടെ പ്രാർത്ഥനയൊക്കെ അതെങ്ങനെയാണ് നമുക്ക് ആലോചിക്കാവുന്ന ദൈവം. സ്തോത്രം. നമ്മൾ ആരും അങ്ങനെയുള്ളതെന്നല്ല ഞാൻ പറഞ്ഞ്, അതിന്റെ ഒരു എന്റെ ഒരു മെസ്സേജിന്റെ ഭാഗമായിട്ട് ഞാൻ പറയും, നമ്മുടെ ശരീരത്തിന് വിശുദ്ധിയില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഒരു ഫ്ലോപ്പ് ആണെന്ന് ഞാൻ പറയും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധി, നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധി, ഈ ശരീരത്തിന്റെ വിശുദ്ധിക്ക് ഏറ്റവും വേണ്ട ഒരു ഘടകം എന്ന് വെച്ചാൽ നമ്മുടെ അനുസരണമാണ്. അനുസരണമില്ലാതെ നമുക്ക് ഈ ശരീരത്തെ സൂക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മളൊരു കൃപാവരമൊക്കെ പ്രാപിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മളെ പാപം അങ്ങ് വിട്ടുപോകുമെന്ന് വിചാരിക്കും. നോ, ഒരിക്കലുമില്ല. പാപം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഓരോ സ്റ്റെപ്പുകളിലും പാപം നമ്മളെ ഇങ്ങനെ, പിശാചിന്റെ ഏജൻസ് നമ്മളെ എപ്പോഴും ടെൻഡ് ചെയ്യാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. യേശു കർത്താവിനെ പോലും ടെൻഡ് ചെയ്യാൻ പിശാചി ധൈര്യപ്പെട്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെയും ടെംപ്റ്റ് ചെയ്യാൻ അവർ യാതൊരു ഭയമില്ല. നമ്മളെ പിശാചിന് യാതൊരു പേടിയുമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ, ക്രിസ്തുവിന്റെ നാമത്തെയാണ് പിശാചിന് ഭയമുള്ളത്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മൾ അനുസരണത്തോട് വെക്കുന്നില്ലെങ്കിൽ, നമ്മൾ അനുസരിക്കാൻ തയ്യാറാവുക മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധി അവിടെ വെളിവായി വരുന്നുള്ളൂ. നമ്മുടെ അനുസരണമില്ലെങ്കിൽ ആ ശരീരത്തിന്റെ വിശുദ്ധി അവിടെ ഉണ്ടാവുകയില്ല. ഓഫ് കോഴ്സ് അനുസരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള ഒരു കാര്യം അനുസരണം എന്ന് പറയുന്നത്. ഈ പഴയ നിയമത്തിൽ ശൗലിന്റെ ഒറ്റ തെറ്റ്, ചെറിയൊരു തെറ്റ്, മൃഗങ്ങളെല്ലാം കൊല്ലാൻ പറഞ്ഞു, ശൗല് കൊന്നില്ല. ചിലതിനെ മാറ്റിവെച്ചു. എന്തിനു വേണ്ടി മാറ്റിവെച്ച്? ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച്. പക്ഷെ ദൈവം പറഞ്ഞു, കൊല്ലാൻ പറഞ്ഞു, എല്ലാ മൃഗങ്ങളെയും കൊന്നു കളയാൻ പറഞ്ഞു. ശൗല് തടിച്ചതിനെ കൊല്ലത്തിനെയും മാറ്റിവെച്ചു. കർത്താവിന് വേണ്ടി മാറ്റിവെച്ചെന്ന് പറഞ്ഞത്, കർത്താവിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തി, നല്ല പ്രവൃത്തിയാണ്. നമ്മൾ ശൗല് നല്ലതല്ലേ ചെയ്യുന്നത്, നമുക്ക് കർത്താവിന് വേണ്ടി കുറച്ച് തടിച്ച കാളയൊക്കെ മാറ്റിവെച്ചു, ആരാധിക്കാൻ വേണ്ടിയാണ്. പക്ഷെ തമ്പുരാൻ പറഞ്ഞു അങ്ങനെയല്ല, എല്ലാം നശിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ അനുസരണം നമ്മൾ അനുസരണക്കേട് കാണിക്കുന്ന നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ദൈവം പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ നമ്മൾ അനുസരണക്കേടാണ്. അത് നന്മയ്ക്കല്ല, തിന്മയ്ക്കല്ല. അപ്പൊ ഈ ശരീരത്തിന്റെ ഒരു ആരാധന, ഈ വിശുദ്ധി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഒബീഡിയൻസ്, അനുസരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ നമ്മുടെ യാഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. യാഗം എന്ന് പറഞ്ഞാൽ ചിലത് നഷ്ടപ്പെടുത്താൻ, ചിലത് കിട്ടത്തില്ലെന്ന്. ഹാലലൂയ. നമ്മുടെ യേശു കർത്താവ് എക്സാമ്പിളാണ്. സകലത് ഉപേക്ഷിച്ചു, ഹാലലൂയ, എല്ലാം വിട്ടിറങ്ങി താണിറങ്ങി വന്നു, ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനായി തന്നെത്താൻ ദാസനായി വിളങ്ങി. അതായത് ചിലത് വിട്ടുകളയാതെ, നമുക്ക് നമ്മൾ വിലപ്പെട്ടതെന്ന് കരുതുന്ന ചിലത് വിട്ടുകളയാതെ, ദൈവം വിലയേറിയെന്ന് കരുതുന്ന ചിലത് കിട്ടത്തില്ല. അത് 100% ഉറപ്പാണ്. അപ്പോ ആ യാഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് യാഗത്തെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഇത് തന്നെ ഒരു യാഗമാണ്. നമ്മൾ നമ്മുടെ ബോഡിയെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുന്നു. അതായത് ഞാൻ എന്നെ ഉപേക്ഷിക്കുക. അവിടെ സ്തോത്രയാഗമുണ്ട്, കൊടുക്കുന്ന യാഗമുണ്ട്, പിന്നെ ആരാധന എന്ന യാഗമുണ്ട്, അതുപോലെ നമ്മൾ പിന്നെ സ്വയം സമർപ്പിക്കുന്ന പല യാഗങ്ങളുണ്ട് വേദപുസ്തകത്തിൽ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട യാഗം എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു യാഗം. ആ ഒരു യാഗം എന്ന് പറയുമ്പോൾ ഞാനല്ല, അവിടെ ക്രിസ്തുവാണ് ജീവിക്കുന്ന ഒരു വിശ്വാസം അവിടെ വന്നു കഴിയുമ്പോൾ ഈ ഒരു യാഗം സാധ്യമാകുന്നത്. അത് മനുഷ്യന്റെ സ്വഭാവം വെച്ചിട്ട് ഭയങ്കര പാടാണത്. അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിലേക്ക് ഞാൻ ദിവസം പറഞ്ഞു, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ ആഗ്രഹം, അതായത് അവിടെ ഈ നമ്മുടെ ഈ ഷൂട്ടിങ്ങിന്റെ കോമ്പറ്റീഷൻ ഇല്ലേ, ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ, അതായത് അതുപോലെ തന്നെ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഗൺ വെച്ച് നമ്മൾ ഇങ്ങനെ ഷോട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു അമ്പ ചെയ്യുമ്പോൾ നമ്മുടെ ആരോസ് ഒന്നും ആ ലക്ഷ്യത്തിലേക്ക് കൊള്ളണമെന്ന് നിയമമൊന്നുമില്ല. ഈ ആരോസ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ പോയിന്റിൽ കൊള്ളണം നിയമമൊന്നുമില്ല. പക്ഷെ
നമ്മുടെ ആ ഹൃദയമാണ്. അവിടേക്ക് നമുക്ക് എയ്യാനുള്ള മനസ്സുണ്ടോ, അല്ലെങ്കിൽ ആരോസ് അവിടേക്ക് ഇടാനുള്ള മനസ്സുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ്. അവിടേക്ക് എനിക്ക് എനിക്ക് എന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം, ഒരാഗ്രഹം എനിക്കുണ്ടോ? ഈ ആഗ്രഹത്തെ മാനിക്കുന്ന കർത്താവ്. ആഗ്രഹം, ആ ഹൃദയത്തിലുള്ള ആഗ്രഹം ശുദ്ധമാണോ, ശരിയാണോ? അങ്ങനെയെങ്കിൽ അതിന് ആ ദൈവം വില കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ആഗ്രഹമുണ്ടോ? അത് പരിശുദ്ധമായി വിടുന്നത്. ആ ആഗ്രഹം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്ന ഓരോ എഫേർട്ടും ദൈവം മാനിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ആ ആഗ്രഹം നമുക്ക് ബിക്കോസ് നമ്മളെ കൊണ്ട് അത് സാധിക്കുകയില്ല, പരിശുദ്ധാത്മാവ് അത് ചെയ്തു തരുന്നത്. അപ്പൊ നമ്മുടെ ആഗ്രഹമാണ് അതിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത്. അടിസ്ഥാനം ആഗ്രഹമാണ്. ഈ ആഗ്രഹമുണ്ടോ, ഉറപ്പായിട്ട് ദൈവം നമുക്ക് ചെയ്തു തരും. നമ്മളിലേക്ക് അതാ ദൈവത്തിന്റെ പ്രസ്താവം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. അപ്പം ഈ ദിവസങ്ങളിൽ ഈ ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന് വിശുദ്ധി, ആത്മാവിന്റെ വിശുദ്ധി, ശരീരത്തിന്റെ വിശുദ്ധി. രണ്ടാമത്തെ കാര്യം നമ്മൾ സാക്രിഫിസ് അല്ലെങ്കിൽ യാഗം എന്ന് പറയും. നമ്മളെ തന്നെ കൊടുക്കുന്ന ഒരു യാഗം, ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഒരു ആഗ്രഹം, ഒരു മനസ്സ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രണ്ട് കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ പുതുവർഷത്തിൽ, ഈ പുതിയ വർഷം, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഹല്ലേലൂയ. ഒരിക്കലും ഇതൊരു ആ, ആ, ഞാൻ എന്റെ കയ്യിൽ നിന്ന് കേട്ട് പറഞ്ഞാൽ ഇത് കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു, നിങ്ങളെ കുറിച്ച്. ഓഫ്കോഴ്സ് നമ്മൾ അങ്ങനെയാണല്ലോ, പക്ഷെ നമ്മൾ അല്പം കൂടി ഒന്ന് വളരുക. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവിലേക്ക് നടക്കുവാൻ ഈ പുതിയ വർഷം എനിക്ക് ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഞാൻ ഈ രണ്ട് ഏരിയ ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുവാൻ, എന്റെ ശരീരത്തിന്റെയും എന്റെ മനസ്സിന്റെയും ആത്മാവിന്റെയും വിശുദ്ധീകരണം ഒന്നുകൂടെ ഒന്ന് വർദ്ധിക്കുവാൻ, ഒന്നുകൂടെ ഒന്ന് ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ, ഒന്നുകൂടെ ദൈവത്തിലേക്ക് അടുക്കുവാൻ, അതിനുവേണ്ടി എന്നെ പല കാര്യങ്ങളൊന്നും ബലി കൊടുക്കുവാൻ തക്കണം, ഞാൻ യാഗമായി മാറ്റുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. എന്തിനൊക്കെ ചെയ്യുന്നത്? നമ്മൾ ദൈവം സ്നേഹിച്ചതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്ന് പറയുക മാത്രമല്ല, അത് തെളിവാക്കുക, അവന്ന് ദൈവത്തോടൊന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ദൈവം വെച്ചിരിക്കുന്ന ആ നന്മകളെ, എന്താ ലോകത്തിന്റെ നന്മകൾ മാത്രമല്ല, ആ തമ്പുരാൻ വെച്ചിരിക്കുന്ന ആ സ്വകീയ നന്മകളെ, അബ്രഹാമിലൂടെ ജാതികൾക്ക് വരേണ്ട ആ വലിയ സമ്പത്ത്, അതേ സമ്പത്ത് നമുക്ക് അറിയത്തില്ല, പക്ഷെ ദൈവം വെച്ചിട്ടുള്ള വലിയ നന്മ ഒന്ന് പ്രാപിക്കുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കമായി മാറട്ടെ. ഈ പുതുവർഷത്തിൽ ഈ രണ്ട് കാര്യങ്ങളെ ഒന്നുകൂടെ മനസ്സ് വെച്ച് ഉറയ്ക്കുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അതിന് ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം, അതിനോട് സമർപ്പിക്കാം. ഇത് നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. God bless you all.